ഹലോ. സോ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഓറഞ്ച് ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒരു പെൻസിൽ ഉണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഓറഞ്ചിന്റെ ഇമേജ് ഫോം ചെയ്യുന്നത് റൈറ്റ് സൈഡ് ഓഫ് മൈ ബ്രെയിനിലും, റൈറ്റ് സൈഡിലുള്ള പെൻസിലിന്റെ ഇമേജ് ഫോം ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡ് ഓഫ് മൈ ബ്രെയിനിലുമാണ്. അതെന്താ അങ്ങനെ? അത് മനസ്സിലാക്കണമെങ്കിൽ വിഷ്വൽ പാത്വേ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ ലെറ്റ് സ്റ്റാർട്ട് വിഷ്വൽ പാത്വേ. വിഷ്വൽ പാത്വേ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം? ഷോർട്ട് ആൻസർ, ലോങ് ആൻസേഴ്സ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഈവൻ വൈവയ്ക്കും ക്വസ്റ്റ്യൻസ് വരാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അത് ആൻസർ ചെയ്യേണ്ടത്? ഒരു ഇൻട്രൊഡക്ഷൻ വേണം, പിന്നെ ആ ഒരു ന്യൂറോൺസിന്റെ ഒരു ഫ്ലോ ചാർട്ട് വേണം, ഒരു ഡീസന്റ് ഡയഗ്രാം, ലേബൽ ഡയഗ്രാം വേണം. ആൻഡ് ഓഫ് കോഴ്സ് വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്ലിനിക്കൽ കോറിലേഷനും ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഡെഫിനിഷൻ ഓഫ് വിഷ്വൽ പാത്വേ. എന്താണ് വിഷ്വൽ പാത്വേ? വിഷ്വൽ പാത്വേ എന്ന് പറയുന്നത് റെറ്റിന മുതൽ നമ്മുടെ വിഷ്വൽ ഏരിയ വരെയുള്ള, ഓക്കെ, റെറ്റിന മുതൽ വിഷ്വൽ ഏരിയ വരെയുള്ള ഒരു അനാറ്റമിക്കൽ പാത്വേ ആണ് നമ്മൾ വിഷ്വൽ പാത്വേ എന്ന് പറയുന്നത്. ഇനി വിഷ്വൽ പാത്വേ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഞാൻ പറഞ്ഞു റെറ്റിന എന്നാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം റെറ്റിന. ഇപ്പൊ റെറ്റിന നോക്കിക്കഴിഞ്ഞാൽ റെറ്റിന ഈസ് ആക്ച്വലി ആൻ എക്സ്റ്റൻഷൻ ഓഫ് അവർ ബ്രെയിൻ. ബ്രെയിനിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് നമ്മുടെ റെറ്റിന എന്ന് പറയുന്നത്. ബിക്കോസ് റെറ്റിന നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾസോ മേഡ് അപ്പ് ഓഫ് ന്യൂറോൺസ്. ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് റെറ്റിന എന്ന് പറയുന്നത് മോഡിഫൈഡ് ന്യൂറോൺസ് ആയിട്ടുള്ള ഫോട്ടോ റിസെപ്റ്റർ സെൽസ് ആണ്. സ്പെസിഫിക്കലി റോഡ് സെൽസ്, കോൺ സെൽസ് എന്ന് പറയും. അത് കഴിഞ്ഞ് വരുന്ന ബൈപോളാർ ന്യൂറോൺസ് ആണ്. അത് കഴിഞ്ഞ് വരുന്ന ഗാംഗ്ലിയോണിക് സെൽസ് ആണ്. So when the light enters the eyeball, finally the light focus to the retina by the lens, and ഈ ലൈറ്റിനെ നമ്മുടെ ഫോട്ടോ റിസെപ്റ്റർ സെൽസ് റിസീവ് ചെയ്യുന്നു, കൺവേർട്ട് ഇറ്റ് ഇൻടു ആക്ഷൻ പൊട്ടൻഷ്യൽ. ആ ആക്ഷൻ പൊട്ടൻഷ്യൽ എവിടെ പോകുന്നു? ബൈപോളാർ ന്യൂറോൺസിൽ പോകുന്നു. അവിടുന്ന് നേരെ ഇത് ഗാംഗ്ലിയോണിക് സെൽസിൽ പോകുന്നു. ഇനി ഈ ഗാംഗ്ലിയോണിക് സെൽസിന്റെ ആക്സോൺസ് എല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് ദേ പോകുന്നത് കണ്ടോ? പുറത്തേക്ക് പോവാണ്. എവിടുന്ന് പുറത്തേക്ക് പോവാണ്? ഈ ഐബോളിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. ഓക്കെ, ആൻഡ് ഇങ്ങനെ പോകുന്ന ആക്സോൺസ്, അല്ലെങ്കിൽ ഇങ്ങനെ ഐബോളിനെ ലീവ് ചെയ്ത് പോകുന്ന ആക്സോൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്റ്റിക് നെർവ്. ഓക്കെ, ഓപ്റ്റിക് നെർവ്, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം CN2, ക്രേനിയൽ നെർവ് 2 എന്ന് വിളിക്കാം. സോ ഈ ഇൻഫർമേഷൻ ഐബോളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആരാണ്? ഓപ്റ്റിക് നെർവ്. ഇനി നമുക്ക് ആ ഫുൾ ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കാം, എങ്ങനെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ ഫുൾ ഫ്ലോ ചാർട്ട് കണ്ടിട്ട് മനസ്സിലാക്കാം നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിന്റെ പാത്ത് വേ എന്നുള്ളത്. ഓക്കെ, സോ ഇതാണ് അതിന്റെ ഒരു ഫുൾ പാത്ത് വേ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം ദ ഫോട്ടോ റിസെപ്റ്റർ സെൽ, ദെൻ ബൈപോളാർ, ദെൻ ഗാംഗ്ലിയോണിക്. ഇത്രയാണ് എന്ത്? റെറ്റിന എന്ന് പറയുന്നത് അല്ലെ? ഇത്രയാണ് എന്ത്? റെറ്റിന എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഈ ഗാംഗ്ലിയോണിക് സെൽസിന്റെ ആക്സോൺസ് എല്ലാം കൂടി ചേർന്ന് എന്ത് ഫോം ചെയ്യുന്നു? ഓപ്റ്റിക് നെർവ് ഫോം ചെയ്യുന്നു. ദാറ്റ് ഈസ് ഗോയിങ് ടു ലീവ് ദ ഐബോൾ. ഇനി ഈ റൈറ്റ് ഐന്നും ലെഫ്റ്റ് ഐന്നും ലീവ് ചെയ്യുന്ന ഈ ഓപ്റ്റിക് നെർവ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഹൈപ്പോ തലാമസിന്റെ അടിയിൽ വെച്ചിട്ട് ക്രോസ് ചെയ്യുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് ഓപ്റ്റിക് കയാസ്മ. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന ന്യൂറോൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഓപ്റ്റിക് ട്രാക്ട്. ഈ ഓപ്റ്റിക് ട്രാക്ട് ഫൈനലി ചെന്ന് കയറുന്നത് എവിടെയാണ്? ഫൈനലി ചെന്ന് കയറുന്നത് തലാമസിലാണ്. തലാമസില് ലാറ്ററൽ ജെനിക്കുലേറ്റ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞൊരു റീജിയൻ ഉണ്ട്. അവിടെ ചെന്ന് കയറും. അവിടെ വെച്ചിട്ട് ഇത് പുതിയൊരു ന്യൂറോണുമായിട്ട് സിനാപ്സ് ചെയ്യാണ്. ആൻഡ് ഈ പുതിയ ന്യൂറോൺസിന്റെ ആക്സോൺസ് ഈ തലാമസിനെ ലീവ് ചെയ്ത് നേരെ പോകുന്ന എങ്ങോട്ടാണ്? നേരെ പോകുന്ന ഈ പ്രൈമറി വിഷ്വൽ ഏരിയ ഓഫ് ദ ഓക്സിപിറ്റൽ ലോബിലേക്കാണ്. അങ്ങനെ ഈ തലാമസിനെയും ഈ പ്രൈമറി വിഷ്വൽ ഏരിയ ഓഫ് ദ ഓക്സിപിറ്റൽ ലോബിനെയും കണക്ട് ചെയ്യുന്ന ആക്സോൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്റ്റിക് റേഡിയേഷൻസ്. സോ ദിസ് ഈസ് ദ കംപ്ലീറ്റ് പാത്വേ ഓഫ് അവർ വിഷ്വൽ സിസ്റ്റം. ഇനി ഇത് പെട്ടെന്ന് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി രണ്ട് ന്യൂമോണിക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് റൂട്ട് LRV എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ എന്ന് പറയുന്നത് റിയലി ഓൾ ക്യാറ്റ്സ് ടേക്ക് ലോങ് റെസ്റ്റിംഗ് വെക്കേഷൻസ് എന്നാണ്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ദീസ് ആർ സം ന്യൂമോണിക്സ് ടു അത് മെമ്മറൈസ് ചെയ്യാനും പഠിക്കാനും എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനി ഞാൻ എൻ്റെ ഒരു ഡയഗ്രാം കാണിച്ചു തരാം. ഓക്കെ, ഒരു ഡയഗ്രാം കാണിച്ചു തരാം. സോ ഡയഗ്രാം നോക്കിയാൽ നമുക്കറിയാം, ലെഫ്റ്റ് ഐ കാണാൻ പറ്റുന്നുണ്ട്, റൈറ്റ് ഐ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ലെഫ്റ്റ് ഐയുടെ റെറ്റിനയാണ്, ഇത് റൈറ്റ് ഐയുടെ റെറ്റിനയാണ്. ഇത് ഈ ലെഫ്റ്റ് ഐയുടെ റെറ്റിനയിൽ വീഴുന്ന ഈ ഇമേജിനെ നമ്മുടെ ഓപ്റ്റിക് നെർവ് നേരെ കൊണ്ടുവരുന്നു. ഇവിടെ വെച്ചത് ക്രോസ് ഓവർ ചെയ്യുന്നു ഓപ്റ്റിക് കയാസ്മയിൽ. എന്നിട്ട് നേരെ ഇതേ തലാമസിൽ വരുന്നു. തലാമസിൽ നിന്ന് നമ്മുടെ ഓപ്റ്റിക് റേഡിയേഷൻസ് നേരെ അതിനെ ക്യാരി ചെയ്ത് എവിടെ കൊണ്ടുപോകുന്നു? വിഷ്വൽ ഏരിയ ഓഫ് അവർ ഓക്സിപിറ്റൽ ലോബിൽ കൊണ്ടുപോകുന്നു. ഇല്ലേ? അപ്പൊ ആ പാത്വേ എല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ഇവിടെ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ വിഷ്വൽ പാത്വേ. ഇനി കുറച്ച് ഡിസോർഡേഴ്സ് ഉണ്ട്. ഓക്കെ, ഡിസോർഡേഴ്സ് പഠിക്കണമെങ്കിൽ ഒരു കാര്യം കൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അത് നമ്മുടെ വിഷ്വൽ ഏരിയ ആണ്. ഇത് നമ്മുടെ ലെഫ്റ്റ് ഐയുടെ വിഷ്വൽ ഏരിയ ആണ്.
Okay, visual area of the left eye, and this is the visual area of our right eye. ഈ വിഷ്വൽ ഏരിയ ഉണ്ടല്ലോ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മുടെ മൂക്കുണ്ടല്ലോ അല്ലെ, മൂക്കില്ലേ, മൂക്കുണ്ട് അല്ലെ, രണ്ട് കണ്ണിന്റെ നടുക്കായിട്ട് മൂക്കുണ്ട്. അപ്പം ഈ മൂക്കിന്റെ സൈഡിൽ വരുന്ന വിഷ്വൽ ഏരിയ പറയുന്നതാണ് നേസൽ ഹാഫ് ഓഫ് ദ വിഷ്വൽ ഏരിയ. രണ്ട് കണ്ണിനുണ്ട്, ലെഫ്റ്റ് ഐക്കും ഉണ്ട്, റൈറ്റ് ഐക്കും ഉണ്ട്. അതിന്റെ പുറത്ത് വരുന്ന വിഷ്വൽ ഏരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെമ്പറൽ ഹാഫ് ഓഫ് ദ വിഷ്വൽ ഏരിയ. നേസൽ ഹാഫും ടെമ്പറൽ ഹാഫും. ശരി, ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, ശരി. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഇമേജ് ഉണ്ടെന്ന് വെക്കുക. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അതുണ്ടെങ്കിൽ അത് വരുന്ന എവിടാന്നറിയോ? അത് നമ്മുടെ ടെമ്പറൽ ഹാഫ് ഓഫ് വിഷ്വൽ ഫീൽഡിലാണ് വരിക. ഇനി ഈ ഇമേജ് നേരെ പോയി ഫോളോ ചെയ്യുന്ന എവിടാന്നറിയോ? റൈറ്റ് സൈഡ് ഓഫ് യുവർ റെറ്റിനയിലാണ്. ഇനി ഇവിടുന്ന് ഈ ഇമേജിനെ ആര് കൺവേർട്ട് ചെയ്യുന്നു? റെറ്റിന കൺവേർട്ട് ചെയ്യുന്നു. ഈ ലൈറ്റ് റേസിനെ റെറ്റിന കൺവേർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ഓപ്റ്റിക് നെർവ് വഴി നേരെ കയാസ്മ ക്രോസ് ചെയ്ത് എങ്ങോട്ട് പോകുന്നു? തലാമസിൽ പോകുന്നു. തലാമസിൽ നിന്ന് വിഷ്വൽ ഏരിയയിലോട്ട് പോകുന്നു. ഓക്കെ, ഫൈൻ. ഇനി നമ്മുടെ റൈറ്റ് ഐയുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വെക്കുക. അതും എവിടാ വരുന്നത്? അത് നേസൽ ഹാഫ് ഓഫ് ദ വിഷ്വൽ ഏരിയയിലാണ് വരുന്നത്. ഓക്കെ, നേസൽ ഹാഫ് ഓഫ് ദ വിഷ്വൽ ഏരിയയിലാണ് വരുന്നത്. ഈ നേസൽ ഹാഫ് ഓഫ് വിഷ്വൽ ഏരിയയിൽ നിന്ന് ഈ ലൈറ്റ് എവിടെ പതിക്കുന്നു? റൈറ്റ് സൈഡ് ഓഫ് ദ റെറ്റിനയിൽ പതിക്കുന്നു. ആൻഡ് ദിസ് വിൽ ബി കൺവേർട്ടഡ് ടു ആക്ഷൻ പൊട്ടൻഷ്യൽ. അത് ഓപ്റ്റിക് നെർവ് ഇവിടെ കൊണ്ടുവരുന്നു. പക്ഷെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിവിടെ കയാസ്മയിൽ ക്രോസ് ചെയ്യുന്നില്ല. പക്ഷെ അതേ സൈഡിലുള്ള തലാമസിലേക്ക് പോകുന്നു. അവിടുന്ന് നേരെ എങ്ങോട്ട് പോകുന്നു? നേരെ വിഷ്വൽ ഏരിയയിലേക്ക് പോകുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഒബ്ജക്റ്റ് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ, ഓക്കെ, നോക്കിയേ, ലെഫ്റ്റ് ഐ എന്ന് വരുന്ന ഇമേജ് എവിടെ ഫൈനലി ഫോളോ ചെയ്യുന്നത്? നമ്മുടെ റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിനിലും. ഇവിടെ ആണെങ്കിൽ നോക്കിയേ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന ഒരു ഇമേജ് എവിടെ ഫോളോ ചെയ്യുന്നത്? റൈറ്റ് സൈഡ് ഓഫ് യുവർ ബ്രെയിനിലാണ് ഫോളോ ചെയ്യുക. ഓക്കെ, റൈറ്റ് സൈഡ് ഓഫ് യുവർ ബ്രെയിനിലാണ് ഫോളോ ചെയ്യുന്നത്. ഓപ്പോസിറ്റ് നോക്കാം, നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ഒരു വസ്തു ആണെങ്കിലോ നോക്കാം നമുക്ക്. ഫോർ എക്സാമ്പിൾ, ലെഫ്റ്റ് ഐയുടെ റൈറ്റ് സൈഡിലുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വെക്കുക. ലെഫ്റ്റ് ഐയുടെ റൈറ്റ് സൈഡിലുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വെക്കുക. നോക്കിയാൽ നിങ്ങളുടെ റൈറ്റ് സൈഡിലുള്ള ഒബ്ജക്റ്റിന്റെ ഇമേജ് എവിടെ ഫോളോ ചെയ്യുന്നത്? ലെഫ്റ്റ് സൈഡ് ഓഫ് ദ റെറ്റിന ഓഫ് ലെഫ്റ്റ് ഐ. അവിടുന്ന് നേരെ ഇതിനെ അതേ സൈഡിലുള്ള തലാമസിലേക്ക് കൊണ്ടുവന്നിട്ട് നേരെ വിഷ്വൽ ഏരിയയിൽ കൊണ്ടുപോകുന്നു. ബട്ട് നമ്മൾ നോക്കിയേ, റൈറ്റ് ഐയുടെ റൈറ്റ് സൈഡിലുള്ള ഒരു ഇമേജ് ആണെങ്കിൽ എങ്ങനെ പോകുന്നത് നോക്കിയേ? റൈറ്റ് ഐയുടെ റൈറ്റ് സൈഡിലുള്ള ഇമേജ് ആണെങ്കിൽ ടെമ്പറൽ ഹാഫിലാണ് വരിക. അത് അതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള റെറ്റിനയിൽ പോയി ഫോളോ ചെയ്യുന്നു. അവിടുന്ന് ഓപ്റ്റിക് ന്യൂറോൺസിനെ കളക്ട് ചെയ്യുന്നു. ഓപ്റ്റിക് ന്യൂറോൺസ് ഇവിടെ കയാസ്മയിൽ ക്രോസ് ഓവർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇത് നേരെ ലെഫ്റ്റ് സൈഡിലുള്ള തലാമസിൽ പോകുന്നു. അത് കഴിഞ്ഞ് ഇത് നേരെ എവിടെ ചെല്ലുന്നു? ലെഫ്റ്റ് സൈഡ് ഓഫ് യുവർ ബ്രെയിനിൽ ചെല്ലുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജ് എവിടെ ഫോം ചെയ്യുന്ന നോക്കിയേ? റൈറ്റ് സൈഡിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജ് എവിടെ ഫോം ചെയ്യുന്നത്? ലെഫ്റ്റ് സൈഡ് ഓഫ് യുവർ ബ്രെയിനിലാണ് ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഓറഞ്ചിന്റെ ഇമേജിന്റെ റൈറ്റ് സൈഡിൽ ഫോം ചെയ്യുന്നതും റൈറ്റ് സൈഡിലുള്ള ഈ പെൻസിലിന്റെ ഇമേജിന്റെ ലെഫ്റ്റ് സൈഡിൽ ഫോം ചെയ്യുന്നതും. ഈ ഇൻഫർമേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്? ടു അണ്ടർസ്റ്റാൻഡ് സെർട്ടൻ കണ്ടീഷൻസ്, ക്ലിനിക്കൽ കണ്ടീഷൻസ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ കുറച്ച് ക്ലിനിക്കൽ കണ്ടീഷൻസിന്റെ പേര് പറയാം. ഒന്നെന്ന് പറയുന്നത്, സപ്പോസ് നമ്മുടെ ഓപ്റ്റിക് നെർവ് ഡാമേജ് ആയെന്ന് വെച്ചോ. ഓപ്റ്റിക് നെർവ്, ഇത് നമ്മുടെ റൈറ്റ് ഓപ്റ്റിക് നെർവ് ആണ്. റൈറ്റ് ഓപ്റ്റിക് നെർവ് ഡാമേജ് ആയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മുടെ റൈറ്റ് ഐ ബ്ലൈൻഡ് ആവും. അതേപോലെ ലെഫ്റ്റ് ഐഡ് ഓപ്റ്റിക് നെർവ് ഡാമേജ് ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബ്ലൈൻഡ്നെസ് ഇൻ ദ ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റ് ഐ എന്ന് പറയാം. ഇനി അതിന് പകരം ഈ കയാസ്മ ഡാമേജ് ആയെന്ന് വെച്ചു. കയാസ്മ ഡാമേജ് ആയാൽ നമുക്ക് ഉണ്ടാകുന്ന കണ്ടീഷന്റെ പേരാണ് ബൈ ടെമ്പറൽ. ഓക്കെ, ബൈ ടെമ്പറൽ ഹെമി അനോപ്പിയ. ബൈ ടെമ്പറൽ ഹെമി അനോപ്പിയ എന്ന് വെച്ചാൽ എന്താണ്? ബൈ ടെമ്പറൽ, രണ്ട് ടെമ്പറൽ ഫീൽഡിലെയും വിഷ്വൽ ലോസ്റ്റ് ഉണ്ടായി നമുക്ക്. ഓക്കെ, രണ്ട് ടെമ്പറൽ ഫീൽഡും നമുക്ക് ബ്ലൈൻഡ് ആയി. ഹെമി അനോപ്പിയ, ബ്ലൈൻഡ്നെസ് ആയി രണ്ട് ടെമ്പറൽ ഫീൽഡും. കാരണം ഈ ടെമ്പറൽ ഫീൽഡിൽ നിന്ന്, ലെഫ്റ്റ് ഐയുടെ ടെമ്പറൽ ഫീൽഡിൽ നിന്ന് വരുന്ന ഇൻഫർമേഷനും റൈറ്റ് ഐയുടെ ടെമ്പറൽ ഫീൽഡിൽ നിന്ന് വരുന്ന ഇൻഫർമേഷനും ക്രോസ് ചെയ്യുന്ന കയാസ്മയിലാണ്. അപ്പൊ ഇത് ഡാമേജ് ആയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇതും ബ്ലൈൻഡ് ആയി, ഇതും ബ്ലൈൻഡ് ആയി. മനസ്സിലായോ? പേരെന്താണ്? ബൈ ടെമ്പറൽ ഹെമി അനോപ്പിയ. ഇനി റൈറ്റ് ഓപ്റ്റിക് ട്രാക്ട്, റൈറ്റ് തലാമസ്, ഇതാണ് ഡാമേജ് ആവുന്നത് നോക്കുക. റൈറ്റ് ഓപ്റ്റിക് ട്രാക്ട്, റൈറ്റ് തലാമസ് ആണ് ഡാമേജ് ആവുന്നത്. ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ലെഫ്റ്റ് ഹോമോനിമസ്. ഓക്കെ, ലെഫ്റ്റ് ഹോമോനിമസ്
ഹെമി അനോപ്പിയ എന്ന് പറയും. ഓക്കെ, ലെഫ്റ്റ് ഹോമോനിമസ് ഹെമി അനോപ്പിയ എന്ന് പറയും. എന്താ ഈ ലെഫ്റ്റ് ഹോമോനിമസ് ഹെമി അനോപ്പിയ? ഒന്നുമില്ല, ലെഫ്റ്റ് സൈഡിലുള്ള സാധനങ്ങളൊന്നും കാണാൻ പറ്റില്ല. കാരണം എന്താണ്? ലെഫ്റ്റ് സൈഡിലുള്ള സാധനങ്ങളുടെ എല്ലാം ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന റൈറ്റ് ഓപ്റ്റിക് ട്രാക്റ്റും റൈറ്റ് തലാമസും വഴിയാണ് അല്ലെ. റൈറ്റ് ഓപ്റ്റിക് ട്രാക്റ്റും റൈറ്റ് തലാമസും വഴിയാണ്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ എനിക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ല. സപ്പോസ് ഇനി എന്റെ ലെഫ്റ്റ് ഓപ്റ്റിക് ട്രാക്റ്റും ലെഫ്റ്റ് തലാമസും ആണ് ഡാമേജ് ആവുന്നെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ എനിക്ക് റൈറ്റ് സൈഡിലുള്ള ഒന്നും കാണാൻ പറ്റില്ല അല്ലേ. കാരണം റൈറ്റ് സൈഡിലുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഏത് വഴിയാണ്? ലെഫ്റ്റ് ഓപ്റ്റിക് ട്രാക്റ്റും ലെഫ്റ്റ് തലാമസും വഴിയാണ്. അപ്പോ ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്റ്റിക് ട്രാക്റ്റും ലെഫ്റ്റ് സൈഡിലുള്ള തലാമസും ഡാമേജ് ആയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കണ്ടീഷന്റെ പേരാണ് എന്ത്? റൈറ്റ് ഹോമോനിമസ് ഹെമി അനോപ്പിയ. ഓക്കെ, റൈറ്റ്. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ക്ലിനിക്കൽ റിലവൻസ് അല്ലെ ക്ലിനിക്കൽ കണ്ടീഷൻസ് ഇതിനോട് ചേർന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കണ്ടന്റിൽ. സിമ്പിൾ ആണ്, ബട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, റൈറ്റ് ദെൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.